അല്ലാഹു തആല നമ്മെ തെറ്റിൽ നിന്ന് ഒരു തെറ്റിലേക്ക് പോകുമ്പോൾ അതിൽ ഉപദേശിക്കാൻ അല്ലാഹു തആല ഒരു മലക്കിനെ നമ്മോടൊപ്പം നിയോഗിച്ചിട്ടുണ്ട്, നന്മക്ക് പ്രോത്സാഹിപ്പിക്കാനും. ഇവിടെ പറഞ്ഞത് ഈ ഹദീസിലെ ഈ ഒരു ദാഇ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയുടെ വായിൽ ഓരോ മുഅ്മിനിന്റെയും ഖൽബിലുണ്ട്, ഓരോ മുഅ്മിനിന്റെയും ഒപ്പമുണ്ട്. അവ നമ്മൾ ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. ഒരു ശുഭത്തുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നീ അതിലേക്ക് പോകേണ്ട, അതിലേക്ക് പോയാൽ നീ അതിൽ ചെന്ന് ചാടിപ്പോകും. അതൊന്ന് ശ്രദ്ധിക്കാനും അതിനനുസരിച്ച് നാം നമ്മെ ഒന്ന് പിടിച്ചു നിർത്താനും ശ്രമിച്ചാൽ മാത്രം മതി. നമുക്ക് പല പാപങ്ങളിൽ നിന്നും പല ഫിത്നകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. വബില്ലാഹി തൗഫീഖ്. വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് ഉസൂലുൽ ഈമാൻ, അതിലെ ബാബു അൽ വസിയ്യത്ത് ബി കിതാബില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിന്റെ കിതാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസിയ്യത്തുകൾ എന്ന ബാബാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ബാബിൽ ഉൾപ്പെടെ 76ഓളം ഹദീസുകൾ നമ്മൾ വായിച്ചു. ഇനി ഇതിലെ ഈ കിതാബിലെ 77ാമത്തെ ഹദീസാണ് നമ്മൾ വായിക്കുന്നത്. വഅൻ അലി റളിയല്ലാഹു അൻഹു ഖാല, അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അലാ ഇന്നഹാ സതകൂനു ഫിത്നതുൻ, നിങ്ങൾ അറിയുക തീർച്ചയായും ഫിത്ന സംഭവിക്കാനായിരിക്കുന്നു, ഫിത്നയാകാനായിരിക്കുന്നു. ഖുൽതു, ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയുണ്ട് അൽ ഹാരിസ് അൽ അഅ്വർ, അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു, അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതായിട്ട്, ഖുൽതു മൽ മഖ്റജ് മിൻഹാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ എന്താണ് അതിൽ നിന്നുള്ള ഒരു രക്ഷ, എന്ന് പുറത്ത് വരാനുള്ള വഴി എന്താണ്? ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബാണ്. ഫീഹി നബഉ മാ കാന ഖബ്ലകും, അതിൽ നിങ്ങളുടെ മുമ്പുള്ളവരെ കുറിച്ചുള്ള അറിയിപ്പുകളുണ്ട്. വഖബറു മാ ബഅദകും, നിങ്ങൾക്ക് ശേഷം വരുന്നവരെ കുറിച്ചിട്ടുള്ള അറിയിപ്പുകളുമുണ്ട്, ശേഷം നടക്കുന്നതിനെ സംബന്ധിച്ച്. വഹക്മു മാ ബൈനകും, നിങ്ങളുടെ ഇടയിലുള്ള തീർപ്പ് കൽപ്പിക്കൽ അതിലുണ്ട്, വിധി അതിലുണ്ട്. ഹുവൽ ഫസ്ൽ, അതാണ് വേർതിരിക്കുന്നത്. ലൈസ ബിൽ ഹസിൽ, അത് ഒരു തമാശയല്ല. മൻ തറകഹു മിൻ ജബ്ബാരിൻ ഖസമഹുല്ലാഹ്, ആരാണോ ധിക്കാരത്തോടുകൂടി അത് ഒഴിവാക്കുന്നത് അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തകർക്കും. വമൻ ഇബ്തഗൽ ഹുദാ മിൻ ഗൈരിഹി അദല്ലഹുല്ലാഹ്, ഇതല്ലാതെ വേറെ ഇതിലെങ്കിലും ഹുദ അവൻ തേടിയാൽ അവനെ അല്ലാഹു തആല പിഴപ്പിക്കും, വഴിപിഴപ്പിക്കും. വഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ, ഇത് അല്ലാഹുവിന്റെ ബലമുള്ള കയറാണ്. വഹുവ ദിക്റുൽ ഹകീം, ഇത് ഹിക്മത്ത് നിറഞ്ഞ ദിക്റാണ്. വഹുവ സിറാത്തുൽ മുസ്തഖീം, അതാണ് നേരായ പാത. ഹുവല്ലദീ ലാ തസീഖു ബിഹി അൽ അഹ്വാ, അതുകൊണ്ട് ഇച്ഛകൾ പിഴച്ചു പോവുകയില്ല. വലാ തൽതബിസു ബിഹിൽ അൽസിന, നാവുകൾ കൂടിപ്പിണയുകയില്ല. വലാ തശ്ബ, അതുകൊണ്ട് ഖുർആൻ കൊണ്ട്. വലാ തശ്ബഉ മിൻഹുൽ ഉലമാ, അതുകൊണ്ട് ഉലമാക്കൾക്ക് മതിയാവുകയില്ല. വലാ യഖ്ലഖു അൻ കസറത്തിർ റദ്, അത് ആവർത്തിക്കുക എന്നുള്ളത് ഒരു മടുപ്പുണ്ടാക്കുകയില്ല. വലാ തൻഖവി അജായിബുഹു, അതിന്റെ അത്ഭുതങ്ങൾ അവസാനിക്കുകയില്ല. ഹുവല്ലദീ ലം തൻതഹിൽ ജിന്നു ഇദ് സമിഅതഹു, ഇതാണ് ജിന്നുകൾ കേട്ടപ്പോൾ അവർ പറഞ്ഞത്, ഹത്താ ഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ യഹ്ദീ ഇല റുശ്ദി ഫആമന്നാ ബിഹ്, ഞങ്ങൾ കേട്ടിരിക്കുന്നു അത്ഭുതകരമായിട്ടുള്ള ഒരു ഖുർആൻ, ഇത് നേരായ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു, ഞങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു ജിന്നുകൾ പറഞ്ഞു. മൻ ഖാല ബിഹി സദഖ, ആരാണോ ഖുർആൻ കൊണ്ട് പറയുന്നത് അവൻ സത്യമാണ് പറയുന്നത്. വമൻ ആമില ബിഹി ഉജ്റ, ആരാണോ അതുകൊണ്ട് പ്രവർത്തിക്കുന്നത് അവന് പ്രതിഫലം നൽകപ്പെടും. വമൻ ഹകമ ബിഹി അദല, ആരാണോ അതുകൊണ്ട് വിധിക്കുന്നത് അത് നീതിപൂർവമാണ്. വമൻ ദഅ ഇലൈഹി ഹുദിയ ഇലാ സിറാത്തി മുസ്തഖീം, അതിലേക്ക് ആരാണോ ക്ഷണിക്കുന്നത്
നേരായ മാർഗത്തിലേക്ക് വഴി കാണിക്കപ്പെടും. റവാഹു തിർമിദി വഖാല ഗരീബുൻ. തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അദ്ദേഹം തന്നെ ഗരീബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് ഈ ചില ഉറഫുകൾ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് ഈ ഹദീസിൽ. ഇത് ഇമാം തിർമിദി എന്ന് പറഞ്ഞ പോലെ ഗരീബാണെന്ന് പറഞ്ഞു. ഗരീബ് എന്ന് പറഞ്ഞാൽ അതിന്റെ സനദ് വ്യക്തമല്ല. അതായത് ഹദീസുകൾ അടിസ്ഥാനപരമായിട്ട് രണ്ട് വിഭാഗങ്ങളായി തിരിക്കും ഉലമാക്കൾ. മുതവാത്തിറായ ഹദീസുകളും ഉണ്ടാവും, ആഹാദായ ഹദീസുകളും ഉണ്ടാവും. മുതവാത്തിറായ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ ഒരു ജമാഅത്ത് അഥവാ ഒരു സംഘം സഹാബാക്കളിൽ നിന്ന്, അതിനുശേഷം ഒരു സംഘം താബിഈ, അതിനുശേഷം ഒരു സംഘം അതിന് താഴെയുള്ള, അങ്ങനെ ഒരു വലിയ കൂട്ടം സംഘം, അതിൽ സംശയമില്ലാത്ത വിശ്വസ്തരായിട്ടുള്ള വലിയ കൂട്ടം സംഘം ആളുകൾ അത് ആവർത്തിച്ചുദ്ധരിക്കുന്നതിനാണ് മുതവാത്തിറായ ഹദീസുകൾ എന്ന് പറയുക. ആഹാദായ ഹദീസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതവാത്തിറായ ഈ ഒരു സംഘം ജമാഅത്ത് ഉദ്ധരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. ഈ ഒരു സംഘം ജമാഅത്ത് ഉദ്ധരിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല, അതിന് താഴെയായിരിക്കും. ആഹാദായ ഹദീസുകൾ തന്നെ 3 തരത്തിലുണ്ടാവും. ഒന്ന് അൽ മഷ്ഹൂർ എന്ന് പറയും, 2 അൽ അസീസ് എന്ന് പറയും, 3 അൽ ഗരീബ് എന്ന് പറയും. മഷ്ഹൂർ എന്ന് പറഞ്ഞാൽ 3ൽ കൂടുതൽ ആളുകൾ ഹദീസിന്റെ ഓരോ കണ്ണിയിലും ഉദ്ധരിച്ചിട്ടുണ്ടാകും. എന്നാൽ മുതവാത്തിറിന്റെ അത്രയ്ക്ക് എണ്ണം എത്തിയിട്ടുണ്ടാകില്ല. 3ൽ കൂടുതൽ ഉണ്ടാവും, എന്നാൽ മുതവാത്തിറത്തിന്റെ അത്ര സംഘം ഉണ്ടാവുകയില്ല. അസീസ് എന്ന് പറഞ്ഞാൽ 2 ആളുകൾ ഉദ്ധരിച്ചത്, 2 ആളുകൾ വഴി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസുകളാണ് അസീസ് എന്ന് പറയാം. ഗരീബ് എന്ന് പറഞ്ഞാൽ ഒരാള് ഉദ്ധരിക്കുന്നത്, ഒരാളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിനാണ് ഗരീബ് എന്ന് പറയാം. ഈ ഹദീസ് ഇമാം തിർമിദി ഗരീബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഉദ്ധരിച്ചിട്ടുള്ള ഹാരിസ് അൽ അഹ്വർ, അദ്ദേഹത്തിൽ പല വഅഫുകളും ഉള്ളതായിട്ടും പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഉയർത്തപ്പെട്ടിട്ടില്ല, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തപ്പെട്ടിട്ടില്ല. ഉലമാക്കൾ ഈ ഹദീസിനെ പറ്റി പറഞ്ഞത് മിൻ കലാമി അലി റളിയല്ലാഹു അൻഹു. ആരുടെ വാക്കാണ്? അലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്. എന്നാൽ ഇത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അർത്ഥങ്ങൾ എന്താണ്? മറ്റു പല തെളിവുകളുടെ അടിസ്ഥാനത്തിലും ശരിയാണ് താനും. അപ്പോ അലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്കായിട്ടാണ് ഇത് നാം മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിന്റെ വിഷയങ്ങൾ, ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഒന്നാമതായിട്ട് പറഞ്ഞ വാക്കല ഇന്നഹ സതകൂനു ഫിത്ന. ഫിത്ന ഉണ്ടാകാനായിരിക്കുന്നു, ഫിത്ന ഉണ്ടാകാനായിരിക്കുന്നു എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഫിത്നകൾ ഈ ഉമ്മത്തിൽ ഉണ്ടാകും, സംഭവിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയും ആ ഫിത്നകൾക്ക് മുന്നോടിയായിട്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ നേരിടാൻ, അതിനെ മറികടക്കാൻ തയ്യാറാകണമെന്നും പറഞ്ഞത് കാണാൻ സാധിക്കും. ഫിത്ന എന്ന് പറഞ്ഞാൽ ഒരുത്തന്റെ വിശ്വാസത്തിലുള്ള പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ പാപങ്ങളാവാം, എല്ലാ പരീക്ഷണങ്ങളും ബലാവുകളും എല്ലാം ഫിത്നയിൽ ഉൾപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ നമുക്ക് കാണാം, ബാദിറൂ ബിൽ അഅമാലി ഫിത്ന കഖത്ഇൽ ലൈലിൽ മുദ്ലിം. ഫിത്ന വരുന്നതിന് മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങളിലേക്ക് മുന്നേറുക. അത് വരിക കൂരാകൂരിട്ടുള്ള രാത്രിയിലെ ഇരുട്ട് പോലെ ആയിരിക്കും. അതായത് ഫിത്ന സംഭവിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ഹഖ് ഏതാണ് ബാത്തിൽ ഏതാണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. എന്നിട്ട് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യുസ്ബിഹു അർ-റജുലു മുഅ്മിനൻ വയുംസി കാഫിറ. അങ്ങനെ ഫിത്ന ഉണ്ടായി കഴിഞ്ഞാൽ ഒരാൾ രാവിലെ മുഅ്മിനായിരിക്കും, വൈകുന്നേരമാവുമ്പോൾ കാഫിറാകുന്ന അവസ്ഥയുണ്ടാവും. അതല്ലെങ്കിൽ ഔ യുംസി മുഅ്മിന വയുസ്ബിഹു കാഫിറ, വൈകുന്നേരം ഒരാൾ മുഅ്മിനായിരിക്കും, രാവിലെ ആകുമ്പോൾ കാഫിറായി മാറുന്ന അവസ്ഥ. യബീഉ ദീനഹു ബിഅറളിൻ മിന ദുനിയ, ദീനിനെ ദുനിയാവിന്റെ ചരക്കിന് വേണ്ടിയിട്ട് വിറ്റുകളയുന്ന അവസ്ഥ ഉണ്ടാകുമെന്നുള്ളത്. അതുപോലെ പല ഫിത്നകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യഅശി മിൻകും ഫസയറാ ഇഖ്തിലാഫൻ കസീറ. എനിക്ക് ശേഷം ജീവിക്കുന്നവർ ഒരുപാട് ഖിലാഫുകളെ കാണുന്ന അവസ്ഥയുണ്ടാകും, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ. അപ്പൊ ഫിത്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷണങ്ങൾ, ഇബ്തിലാകൾ, ഇഖ്തിബാറുകൾ, അങ്ങനെ പല രീതിയിൽ. എന്തിനാണ് ഈ ഫിത്ന ഉണ്ടാകുന്നത്? ജനങ്ങളിൽ നിന്ന് ആരാണ് യഥാർത്ഥ ഈമാനുള്ളവർ, ആരാണ് കപടമായിട്ടുള്ളവർ, ഇതിനെ വേർതിരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാലഘട്ടത്തിലും ഫിത്നകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പരീക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അഹസിബൻ നാസു അയ്യുത്രകു അയ്യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. ജനങ്ങൾ വിചാരിച്ചിരിക്കുകയാണോ ഞങ്ങൾ മുഅ്മിനീങ്ങളായി, ഞങ്ങൾ വിശ്വാസികളായി എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവര് ഒരു ഫിത്നയും നേരിടേണ്ടി വരില്ല എന്ന്, അവരെ പരീക്ഷിക്കപ്പെടില്ല എന്ന്.
എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ, അതിൽ സിദ്ഖുള്ളവരെ വേർതിരിച്ചിട്ടുണ്ട്, കദിബുള്ളവരെ വേർതിരിച്ചിട്ടുണ്ട്. എല്ലാ ഫിത്നയുടെയും ലക്ഷ്യം ജനങ്ങളിൽ അഥവാ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകളിൽ ആരാണ് യഥാർത്ഥ ഈമാനുള്ളവർ, ആരാണ് കപടതയുള്ളവർ, ഇത് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ്. യഥാർത്ഥ സിദ്ഖുള്ള ഈമാനുള്ളവൻ എന്ത് ചെയ്യും? അവൻ എന്ത് വലിയ പരീക്ഷണം വന്നാലും, അതവന്റെ സ്വന്തത്തിലാവട്ടെ, സമൂഹത്തിലാവട്ടെ, സമ്പത്തിലാവട്ടെ, എന്ത് പരീക്ഷണമാണെങ്കിലും അവൻ അവന്റെ ദീനിനോട് ഉറച്ചു നിൽക്കും. ദീനിലേക്ക് ചേർന്ന് നിൽക്കുന്നതായിരിക്കും അവന്റെ അവസ്ഥ. മറ്റുള്ളവൻ ദീനിനെ വിട്ടിട്ട് ഓരോ അവസ്ഥയിലേക്ക് പോകും. ഇവിടെ ഫിത്ന വരാനായി എന്ന് പറഞ്ഞപ്പോൾ അടുത്ത വാക്ക് മൽ മഖ്റജു മിൻഹ, എന്താണ് ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി? ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ മറുപടി പറഞ്ഞ എന്താണ്? കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ കിതാബാണ്, അള്ളാഹുവിന്റെ കിതാബ് ഖുർആനാണ്. അപ്പൊ ഖുർആൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനും അതിന്റെ വിശദീകരണമായിട്ടുള്ള സുന്നത്തുകളുമാണ്. ഈ രണ്ടെണ്ണമാണ് ഏത് കാലഘട്ടത്തിലും, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൊട്ടുശേഷമുള്ള കാലഘട്ടമാണെങ്കിലും ഇന്നാണെങ്കിലും നാളെ അന്ത്യനാൾ സംഭവിക്കുന്നതിന് മുൻപുള്ള കാലഘട്ടമാണെങ്കിലും ഖുർആനിലേക്കും ഹദീസിലേക്കും മടങ്ങുക. ഇതാണ് സ്വഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ അത് മനസ്സിലാക്കുക. ഇത് മാത്രമാണ് ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. എന്നിട്ട് ഖുർആനിനെ പറ്റി പറഞ്ഞ വാക്കുകളാണ് ഫീഹി നബഉ മാ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻപ് കഴിഞ്ഞു പോയവരെ സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകൾ അല്ലെങ്കിൽ നബകൾ അതിലുണ്ട്, ഖുർആനിലുണ്ട്. നമുക്കറിയാം ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മുൻകാലക്കാരായ പ്രവാചകന്മാരുടെ, അതുപോലെ സ്വാലിഹീങ്ങളുടെ, അതുപോലെ അള്ളാഹുവിനെ അനുസരിച്ചവരുടെ, അള്ളാഹുവിനെ ധിക്കരിച്ചവരെ നശിപ്പിച്ചതിന്റെ, അങ്ങനെ പല രീതിയിൽ ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഫിത്നകൾ സംഭവിക്കുമ്പോൾ, ഇതുപോലുള്ള പരീക്ഷണങ്ങൾ വരുമ്പോൾ നാം എന്ത് നിലപാടെടുക്കണമെന്ന് നമുക്ക് ഓർമ്മിപ്പിക്കാനാണ്. എന്ത് നിലപാടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണം വന്നാൽ നാം എടുക്കേണ്ടത്? അത് മനസ്സിലാക്കണമെങ്കിൽ ഖുർആനിന്റെ ഓരോ വാചകങ്ങളുടെയും ആഴത്തിൽ നമ്മൾ ചിന്തിക്കണം. അപ്പൊ അതിന് മുൻഗാമികളുടെ ചരിത്രം പറഞ്ഞു തന്നത് അതിനു വേണ്ടിയിട്ടാണ്. അതുപോലെ വഖബറു മാ ബഅദകും, നിങ്ങൾക്ക് ശേഷമുള്ളവരെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ശേഷം സംഭവിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള അറിയിപ്പുകൾ അതിലുണ്ട്. അഥവാ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാനുള്ളത്? പരലോകത്ത് മരണം, ഖബർ, ബർസഖ് ജീവിതം, അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പ്, വിചാരണ, നരകം, സ്വർഗം, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാനുള്ള കാര്യങ്ങളുണ്ട് അതിൽ. നമുക്ക് നാളെ പരലോകത്ത് പ്രതീക്ഷിക്കാനുള്ള കാര്യങ്ങൾ അതിലുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞു വഹുക്മു മാ ബൈനക്കും, നിങ്ങളുടെ ഇടയിലുള്ള കാര്യങ്ങൾക്ക് ഒരു തീർപ്പ് കൽപ്പിക്കുന്ന വിധി അത് ഖുർആനിലുണ്ട്. അഥവാ ഏതൊരു വിഷയത്തിലും ഒരു ഖിലാഫ് സംഭവിച്ചാൽ, ഒരു അഭിപ്രായ വ്യത്യാസം സംഭവിച്ചാൽ നാം മടങ്ങേണ്ടത് എങ്ങോട്ടാണ്? കിതാബുല്ലാഹ്, ഖുർആനിലേക്കും അതുപോലെ ആ ഖുർആനിന്റെ വിശദീകരണമായ ഹദീസുകളിലേക്കുമാണ്. നമുക്ക് പ്രശസ്തമായ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ആയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. നിങ്ങൾ എന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായാൽ നിങ്ങൾ മടക്കേണ്ടത് എങ്ങോട്ടാണ്? ഖുർആനിലേക്കും ഹദീസിലേക്കും, അഥവാ അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ റസൂലിലേക്കുമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഉള്ള തീർപ്പ്. അപ്പൊ നമ്മുടെ ഇടയിലുള്ള അഥവാ മുസ്ലിമീങ്ങളുടെ ഇടയിലുള്ള എന്തൊരു ദീനിയായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിച്ചാലും അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായാലും മുസ്ലിമീങ്ങൾ മടങ്ങേണ്ടത് എങ്ങോട്ടാണ്? ഖുർആനിലേക്കും ഹദീസിലേക്കുമാണ്. അതുപോലെ പറഞ്ഞു ഹുവൽ ഫസ്ൽ ലൈസ ബിൽ ഹസിൽ. ഫസ്ൽ എന്ന് പറഞ്ഞാൽ ഹക്കും ബാത്തിലും വേർതിരിക്കുന്നതാണിത്, ഹസിലല്ല. ഹസിൽ എന്ന് പറഞ്ഞാൽ തമാശ, ഒരു കളിയല്ല എന്നുള്ള നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇത് ഖുർആനിലെ ആയത്ത് തന്നെയുണ്ട്. സൂറത്തു താരിഖിൽ നമുക്ക് കാണാം ഇന്നഹു ലഖൗലുൻ ഫസ്ൽ വമാ ഹുവ ബിൽ ഹസിൽ. ഇത് വ്യക്തമായി വേർതിരിക്കുന്ന വാക്കാണ്, തമാശയല്ല എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞ വാക്ക് മൻ തറകഹു മിൻ ജബ്ബാരിൻ ഖസമഹുല്ലാഹ്. ഇതിനെ ആരാണോ ധിക്കാരത്തോടും അഹങ്കാരത്തോടും കൂടി ഒഴിവാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തകർത്തു കളയും. അഥവാ അവന് പിന്നെ ദീനിൽ ഒന്നും ലഭിക്കാത്ത നാളെ പരലോകത്ത് നരകാവകാശിയായി മാറുന്ന അവസ്ഥയിലായിരിക്കും. എത്രയോ ആയത്തുകൾ ഇതിലേക്ക് നയിക്കുന്ന നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു
فإما يأتينكم مني هدى فمن اتبع هداي فلا يضل ولا يشقى. എന്നിൽ നിന്നുള്ള ഹുദ നിങ്ങളിലേക്ക് വന്നെത്തിയാൽ ആരാണോ അതിനെ പിൻപറ്റുന്നത് അവൻ ദുഃഖിക്കുകയോ അല്ലെങ്കിൽ വഴിപിഴച്ചു പോവുകയോ അല്ലെങ്കിൽ ദൗർഭാഗ്യവാനാവുകയോ ഇല്ല. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ കാണാം, വമൻ അഅറള അൻ ദിക്രി, ആരാണോ എന്റെ ദിക്റിൽ നിന്ന് തിരിഞ്ഞു കളയുന്നത്, അഥവാ ഖുർആനിൽ നിന്ന്, ഹദീസുകളിൽ നിന്ന്, ദീനിൽ നിന്ന്, ഫഇന്ന ലഹു മഈശതൻ ദൻക, അവനൊരു ഇടുങ്ങിയ ജീവിതമായിരിക്കും ദുനിയാവിൽ ഉണ്ടാവുക. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ, നാളെ പരലോകത്ത് അന്ധനായിക്കൊണ്ടായിരിക്കും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുക. ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുൻതു ബസീറ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ നാളെ പരലോകത്ത് ചോദിക്കും, അല്ലാഹ് എന്താണ് എന്നെ അന്ധനായിക്കൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചത്? ഞാൻ ദുനിയാവിൽ കാണുന്നവനായിരുന്നല്ലോ, കാഴ്ചയുള്ളവനായിരുന്നല്ലോ. അപ്പൊ അല്ലാഹു തആല പറയും, ഖാല കദാലിക അതത്ക ആയാതുക ഫനസീതഹാ വകദാലിക അൽയൗമ നുൻസാ. അതങ്ങനെയാണ്, നിന്റെ അടുക്കൽ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ എത്തിയപ്പോൾ, അഥവാ ഖുർആൻ എത്തിയപ്പോൾ നീ എന്ത് ചെയ്തു? നീ അത് മറന്നു, നീ അതിലേക്ക് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇന്നും നീ മറക്കപ്പെട്ടവനായിട്ട് മാറിയിരിക്കുകയാണ്. നിന്നെ കുറിച്ചുള്ള ദിക്ർ ഇവിടെ ഉണ്ടാകില്ല എന്നുള്ള നിലക്ക്. അപ്പൊ ഇവിടെ പറയുന്നത്, ഖുർആനിനെ എതിരായിട്ട് ധിക്കരിച്ചാൽ അവന്റെ അവസ്ഥ നഷ്ടമായിരിക്കും. അതുപോലെ തന്നെ പറഞ്ഞു, വമനിബ്തഗൽ ഹുദാ മിൻ ഗൈരിഹി അദല്ലഹുല്ലാഹ്, ഖുർആനിൽ നിന്നല്ലാതെ ആരെങ്കിലും ഹുദ തേടിയാൽ, നേരായ മാർഗം തേടിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പിഴപ്പിക്കും, അവനെ വഴിപിഴപ്പിക്കും. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിന് ശേഷം സ്വഹാബാക്കളുടെ അവസാന കാലഘട്ടത്തിൽ തന്നെ, അവസാനമായിട്ട് ആ ഒരു ഉത്തമ 3 തലമുറ കഴിയുന്ന ആ സമയത്ത് തന്നെ ഇസ്ലാമിക ലോകത്തുണ്ടായ വലിയ ഫിത്നയാണ് ഇൽമുൽ കലാം, ഫൽസഫ പോലെയുള്ള ഫിത്നകൾ. അഥവാ വചനശാസ്ത്രം, ഫിലോസഫികൾ, തത്വശാസ്ത്രം, അതുപോലെയുള്ളവർ ഗ്രീക്ക് ഫിലോസഫികളിലെ കിതാബുകളെല്ലാം അറബി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യുകയും അത് ദീന് പഠിച്ച ആളുകൾ അത് വായിക്കുകയും അങ്ങനെ ദീനിനെ മനസ്സിലാക്കാൻ പുതിയ പുതിയ തത്വങ്ങൾ ഉണ്ടാക്കുകയും ഖുർആനിനെയും ഹദീസിനെയും വ്യാഖ്യാനിക്കാൻ വാചകങ്ങളിലെ ആശയങ്ങൾ വെച്ചിട്ട് അവര് എങ്ങനെയാണോ സഹാബാക്കൾ മനസ്സിലാക്കിയെന്ന നിലക്കല്ല, അതിനപ്പുറത്തേക്ക് ചിന്ത കൊണ്ടും ബാക്കിയുള്ള വചനശാസ്ത്രം കൊണ്ടും പുതിയ രീതിയിൽ ഉണ്ടാക്കാൻ തുടങ്ങി. അവര് ഖുർആനിനെ വിട്ടിട്ട് സുന്നത്തിനെ, അതിന്റെ വിശദീകരണമായ സുന്നത്തിനെ വിട്ടിട്ട് ഖുർആനിന്റെ ആശയങ്ങൾ അവർ സ്വയം കണ്ടുപിടിക്കാൻ തുടങ്ങി. അത് വലിയ പിഴവിലേക്ക് അവര് ഇസ്ലാമിക ലോകത്ത് വലിയ പിഴച്ച വിഭാഗങ്ങളായിട്ട് മാറുന്ന അവസ്ഥയും ഉണ്ടായി. അപ്പൊ ഇതല്ലാത്ത മറ്റൊന്നിൽ നിന്ന് ദീന് പഠിക്കാൻ, അല്ലെങ്കിൽ ഖുർആനും ഹദീസും സ്വഹാബാക്കളുടെ ഫഹ്മും വിട്ട് വേറെ ഏതെങ്കിലും നിലയിൽ ദീനിനെ പഠിക്കാമെന്ന് വിചാരിച്ച ഒരാൾ ശ്രമിച്ചാൽ അവർക്ക് പിഴവായിരിക്കും ഫലം. ദീൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ, ഹദീസ്, ഫഹ്മു സ്വഹാബ. അതെങ്ങനെ സ്വഹാബാക്കൾ മനസ്സിലാക്കി, അതല്ലാത്ത രീതിയിൽ പോയവരെല്ലാം പിഴച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എത്രയോ പിഴച്ച വിഭാഗങ്ങൾ, ജഹ്മിയാക്കൾ, മുഅ്തസിലാക്കൾ, അശാഇറ, അതുപോലെ തന്നെ ഒരുപാട് വിഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം മന്തിഖ്, ഈ വചനശാസ്ത്രം, ഫൽസഫ, ഇതുപോലെയുള്ളതിനൊക്കെ പിൻപറ്റിയിട്ട് ഉണ്ടായതാണ്. എന്നിട്ട് പറഞ്ഞു, വഹുവ ഹബ്ലുല്ലാഹിൽ മതീൻ, ഖുർആൻ എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബലമുള്ള കയറാണ്. അത് അള്ളാഹുവിലേക്ക് നമ്മെ ചേർത്തുന്ന ബലവത്തായ കയറാണ്. നമുക്ക് മുമ്പ് കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞിരുന്നു, അല്ലാഹു തആല പറഞ്ഞത്, വഅതസിമു ബിഹബിലില്ലാഹി ജമീഅ വലാ തഫറഖു, അള്ളാഹുവിന്റെ കയറിനെ നിങ്ങൾ എല്ലാവരും മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. ഖുർആനിന്റെ വിശദീകരണമായ ഹദീസുകളിൽ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, വഹുവ ദിക്റുൽ ഹകീം, ഹിക്മത്ത് നിറഞ്ഞ ഏറ്റവും നല്ല യുക്തിപരമായിട്ടുള്ള ദിക്ർ, ഓർമ്മപ്പെടുത്തലാണ് ഖുർആൻ. ഹക്കും ബാത്തിലും വേർതിരിക്കുന്ന, അതുപോലെ തന്നെ എല്ലാ രീതിയിലും ഖുർആൻ ദിക്റുൽ ഹകീമാണ്. എന്നിട്ട് പറഞ്ഞു, വഹുവ സിറാത്തുൽ മുസ്തഖീം, ഇതാണ് നേരായ മാർഗം. നേരായ മാർഗം അള്ളാഹുവിന്റെ ദീനിൽ നമുക്ക് ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് ആവശ്യമായിട്ടുള്ള നേരായ മാർഗം ഇതാണ്. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ, അല്ലാഹു തആല പറഞ്ഞു, ഇതാണ് നേരായ മാർഗം, ഇതിനെ മാത്രം നിങ്ങൾ പിൻപറ്റുക, ഇതല്ലാത്തതിലേക്ക് പിൻപറ്റിയാൽ നിങ്ങൾ പിഴച്ചു പോകുന്ന അവസ്ഥയിലായിരിക്കും എന്നെല്ലാം സൂചിപ്പിച്ചേ കാണാം. എന്നിട്ട് പറഞ്ഞു, ഹുവല്ലദീ ലാ തസീഗു ബിഹി അൽ അഹ്വാ, ഇച്ഛകൾ അതുകൊണ്ട് വഴിതെറ്റുകയില്ല. അതുകൊണ്ടുള്ള ഉദ്ദേശം, ഒരാളുടെ ഹവ, ഒരാളുടെ ഇച്ഛയെ ഖുർആനിനെ പിൻപറ്റുന്ന അവസ്ഥയിൽ ഒരാളാക്കി കഴിഞ്ഞാൽ അവൻ എന്താകില്ല, അവൻ വഴിപിഴച്ചു പോവുകയില്ല, അവൻ പിന്നെ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റുകയില്ല. അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം.
എന്നിട്ട് പറഞ്ഞു വലാ തൽതബിസു ബിഹിൽ അൽസിന, നാവുകൾ അതുകൊണ്ട് കൂടിപ്പിണയുകയില്ല. അഥവാ പാരായണം ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയോ അതിലൊന്നും ഉണ്ടാവില്ല. അറബി ഭാഷയിൽ ഏറ്റവും എളുപ്പമായ രീതിയിൽ ബിലിസാനിൻ അറബിയിൻ മുബീൻ, വ്യക്തമായ അറബി ഭാഷയിൽ ഏറ്റവും നല്ല രീതിയിൽ മനോഹരമായിട്ടാണ് ഖുർആനിന്റെ രചന, അല്ലെങ്കിൽ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത്. ആ ഖുർആൻ പാരായണം ചെയ്ത് നാവിന് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. അല്ലാഹു തആല പറഞ്ഞത് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ, നാം എളുപ്പമാക്കിയിട്ടുണ്ട് ഖുർആനിനെ. ഖുർആൻ എളുപ്പമാണ്. എന്നിട്ട് പറഞ്ഞു വലാ തശ്ബഉ മിൻഹു അൽ ഉലമാ, ഉലമാക്കൾക്ക് അതിൽ നിന്ന് മതിയാവുകയില്ല, ഖുർആനിൽ നിന്ന് മതിയാവുകയില്ല. അഥവാ ഫിഖ്ഹ് പഠിച്ചിട്ട് ഖുർആനിന്റെ തഫ്സീറുകൾ അതിലെ ഉറ്റാലോചിച്ച് അതിൽ നിന്ന് അഹ്കാമുകൾ ഉണ്ടാക്കി അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പാഠങ്ങൾ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഇബറത്തുകൾ ഉൾക്കൊണ്ട് എത്ര പഠിച്ചാലും എത്ര ആഴത്തിൽ മനസ്സിലാക്കിയാലും ഉലമാക്കൾക്ക് അതുകൊണ്ട് മതിയാവുകയില്ല. കാരണം അത്രത്തോളം പഠിക്കാൻ അതിലുണ്ടാകും. വലാ യഖ്ലഖു അൻ കസ്റത്തിർ റദ്ദ്, ആവർത്തിച്ച് അത് ഉപയോഗിക്കുന്നത് കൊണ്ട്, പാരായണം ചെയ്യുന്നത് കൊണ്ട് ഒരു മടുപ്പ് സംഭവിക്കുകയുമില്ല. അതായത് ഖുർആൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഖുർആൻ ഇപ്പൊ ഏകദേശം നമ്മൾ ഒരുപാട് തവണ പാരായണം ചെയ്തിട്ടുണ്ടാവും. ചില ആളുകൾ 100-200 തവണ എല്ലാം ഖുർആൻ മുഴുവൻ പാരായണം ചെയ്തിട്ടുണ്ടാവും. ആർക്കെങ്കിലും വീണ്ടും പാരായണം ചെയ്യുമ്പോൾ മടുപ്പ് വന്നാറുണ്ടോ? ഇല്ല. വേറൊരു പുസ്തകം നമ്മൾ ആലോചിച്ചേക്ക്, വേറെ ഏതെങ്കിലും ഒരു പുസ്തകം എടുത്തിട്ട് നമ്മൾ എത്ര തവണ വായിക്കാൻ പറ്റും? നമുക്ക് വീണ്ടും വായിച്ചാൽ എത്ര തവണ പറ്റും? ഖുർആൻ പഠിച്ചാലും കേട്ടാലും പഠിപ്പിച്ചാലും എത്ര ആവർത്തിച്ചാലും അതുകൊണ്ടൊരു മടുപ്പ് വരുന്ന, അതുകൊണ്ട് അതിനോടൊരു വിരക്തി തോന്നുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. എന്നിട്ട് പറഞ്ഞു വലാ തൻഖളി അജായിബുഹു, അതിന്റെ അത്ഭുതം അവസാനിക്കുകയുമില്ല. ഖുർആനിൽ നിന്നുള്ള അത്ഭുതം അവസാനിക്കുകയുമില്ല. ഖുർആൻ നാം ഓരോ കാലം പഠിക്കും തോറും നമ്മുടെ അള്ളാഹുമായിട്ടുള്ള അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതും നമ്മുടെ ഈമാനും വർദ്ധിക്കുന്നതനുസരിച്ച് ഖുർആനിൽ നിന്നുള്ള ഓരോരുത്തരുടെ ഫഹ്മ് വ്യത്യസ്തമായിരിക്കും. നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഖുർആൻ ഒന്നാണ്, പക്ഷെ അതൊരു 10 ആള് പാരായണം ചെയ്തുകൊണ്ട് വെക്കുക. നമ്മൾ തന്നെ ഒരു 10 ആള് പാരായണം ചെയ്താൽ അതിൽ ഓരോരുത്തരുടെയും അള്ളാഹുമായിട്ടുള്ള ബന്ധം അഥവാ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിന്റെയും അവന്റെ സിദ്ഖിന്റെയും അടയാളത്തിൽ ഓരോ ആയത്തിൽ നിന്നും ഓരോരുത്തർക്കും മനസ്സിലാകുന്ന ഫഹ്മ് വ്യത്യസ്തമായിരിക്കും. ഉലമാക്കൾ അത് എടുത്തു പറയാറുണ്ട്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നോളം സൂക്ഷ്മത വർദ്ധിക്കുന്തോറും ഓരോ ആളുകൾക്കും, ചില ആളുകൾക്ക് അതിൽ നിന്ന് 3 കാര്യങ്ങളാണ് മനസ്സിലായതെങ്കിൽ ചില ആളുകൾക്ക് 10 കാര്യങ്ങൾ, ചില ആളുകൾക്ക് 20 കാര്യങ്ങൾ, ഓരോരുത്തരുടെയും തഖ്വ അനുസരിച്ച് അത് ആഴത്തിൽ മനസ്സിലായിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിന്റെ അത്ഭുതങ്ങൾ അവസാനിക്കില്ല. അതിൽ നിന്ന് അത് ഖുർആൻ നമുക്ക് എങ്ങനെ എടുത്തു നോക്കിയാലും, അതിന്റെ അറബി ഭാഷാപ്രകാരമുള്ള രീതി എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ അതിന്റെ അറിയിപ്പുകൾ എടുത്തു നോക്കിയാൽ, അല്ലെങ്കിൽ അതിന്റെ മറ്റു പല കാര്യങ്ങളും നോക്കിയാൽ എല്ലാം അത്ഭുതമാണ്. അത് അവസാനിക്കുകയില്ല എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞു ഹുവല്ലദീ ലം തൻതഹിൽ ജിന്നു ഇദ് സമിഅതഹു, അതാണ് ജിന്നുകൾ ഇത് കേട്ട സമയത്ത് അവർ അവസാനിപ്പിച്ചില്ല. അവർ പറഞ്ഞു ഹത്താ ഖാലു, അവർ പറഞ്ഞത് എന്താണ്? ഖുൽ ഇന്നാ സമിഅനാ ഖുർആനൻ അജബ യഹ്ദീ ഇലർ റുഷ്ദി ഫആമന്നാ ബിഹ്, ഞങ്ങളിതാ അത്ഭുതകരമായിട്ടുള്ള ഒരു ഖുർആൻ കേട്ടിട്ടുണ്ട്, അത്ഭുതകരമായിട്ടുള്ള ഖുർആൻ കേട്ടു, ഏറ്റവും നേരായ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്ന, ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജിന്നുകൾ ഖുർആൻ കേൾക്കാൻ വന്ന സംഭവം സൂറത്തുൽ അഹ്ഖാഫിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വഇദ് സറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആൻ ഫലമ്മാ ഹദറൂഹു ഖാലു അൻസിതു ഫലമ്മാ ഖുദിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുക്കാൻ, നബിയെ നിങ്ങളുടെ അടുത്തേക്ക് ഒരു സംഘം ജിന്നുകൾ ഖുർആൻ കേൾക്കാൻ വേണ്ടി വന്നു, അല്ലെങ്കിൽ അവർ വന്നപ്പോൾ ഖുർആൻ കേട്ടു. ആ സമയത്ത് അവർ നിശബ്ദമായി ഇരിക്കാൻ പറഞ്ഞിട്ട് ഖുർആൻ മുഴുവൻ കേട്ടു. അങ്ങനെ അവർ അവരുടെ ആളുകളിലേക്ക് പോയത് താക്കീതുകാരായി കൊണ്ടിട്ടാണ്. എന്നിട്ട് അവർ അവരുടെ ആളുകളിൽ പോയി പറഞ്ഞു ഖാലു യാ ഖൗമന, ഞങ്ങളുടെ സമുദായമേ, ജിന്നുകൾ പറയാം, ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി യഹ്ദീ ഇലൽ ഹഖ് വ ഇലാ ത്വരീഖിൻ മുസ്തഖീം, ഞങ്ങളിതാ മൂസാ നബി അലൈഹിസ്സലാമക്ക് ഇറക്കപ്പെട്ടതുപോലെ, അല്ലെങ്കിൽ അതുപോലെ അതിനുശേഷം ഇതാ സത്യപ്പെടുത്തപ്പെട്ട ഒരു കിതാബ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഹഖിലേക്ക് വഴി കാണിക്കുന്നതാണ്, നേരായ മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നതാണ്. യാ ഖൗമന, ഞങ്ങളുടെ സമൂഹമേ, അജീബു ദാഇ അല്ലാഹ്,
അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവർ നിങ്ങൾ ഉത്തരം ചെയ്യുക. വആമിനൂ ബിഹി, അത് വിശ്വസിക്കുകയും ചെയ്യുക. യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും വയുജിർക്കും മിൻ അദാബിൻ അലീം, നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരികയും നിങ്ങളെ വേദനയേറിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ളത്. അതായത് ജിന്നുകൾ ഖുർആൻ കേൾക്കാൻ വരുമായിരുന്നു. ഖുർആൻ മാത്രമല്ല, ഉലമാക്കൾ പറയുന്ന കാണാം, ഇതുപോലെയുള്ള ദീനീ സദസ്സുകളിൽ ഇന്ന് കാലത്തും ദീന് കേൾക്കാൻ അവർ വരും. പല ഉലമാക്കളുടെയും സദസ്സുകളിലേക്ക് അവർ വന്നിരുന്നതായിട്ട് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ അല്ലെങ്കിൽ ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയുടെ എല്ലാം സദസ്സുകളിൽ അല്ലെങ്കിൽ ദീന് കേൾക്കാൻ, ദീന് പഠിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ സഹായിക്കാൻ എല്ലാം ജിന്നുകൾ ശ്രമിക്കാറുണ്ടായിരുന്നു. അവരുടെ സദസ്സുകൾ വന്നിരിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം, മുസ്ലിങ്ങളായിട്ടുള്ള ജിന്നുകൾ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ജിന്നുകൾ കേൾക്കുകയും അവര് വിശ്വസിക്കുകയും അവരവരുടെ ജനതയിലേക്ക് ക്ഷണിക്കുന്ന, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും ഖുർആനിലും എല്ലാം വിശ്വസിക്കാൻ വിളിക്കുന്ന രീതിയിൽ അവർ ക്ഷണിക്കാറുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു, മൻ ഖാല ബിഹി സദഖ, ആരാണോ ഇതുകൊണ്ട് സംസാരിക്കുന്നത് അവൻ സത്യം പറഞ്ഞിരിക്കുന്നു. അഥവാ ഖുർആൻ സത്യമാണ്, അതിന് സംശയമില്ല. അപ്പൊ ഖുർആൻ കൊണ്ട് സംസാരിക്കുന്നതിന് എന്താണ്? അവൻ സത്യമാണ് പറയുന്നത്. വൻ അമില ബിഹി ഉജ്റ, ആരാണോ അതുകൊണ്ട് പ്രവർത്തിക്കുന്നത്, ഖുർആനിന്റെ മുക്തള ഉദ്ദേശമനുസരിച്ച് പ്രവർത്തനം ചെയ്യുന്നത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്, അവൻ അതിനനുസരിച്ചുള്ള പ്രതിഫലങ്ങൾ നൽകപ്പെടും. വമൻ ഹകമ ബിഹി അദല, ആരാണോ ഖുർആൻ വെച്ചിട്ട് ഒരു വിധി കൽപ്പിക്കുന്നത്, അഥവാ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഒരു വിഷയത്തിൽ ഒരു നിലപാടെടുക്കുന്നത്, അത് നീതിപൂർവമായിരിക്കും. കാരണം ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല നീതി കാണിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കലാമായ ഖുർആനിലും അനീതി ഉണ്ടാവുകയില്ല. അള്ളാഹു തആല പറഞ്ഞു, വതമ്മത് കലിമതു റബ്ബിക സിദ്ഖൻ വഅദല, അള്ളാഹുവിന്റെ കലിമത്ത് പൂർത്തിയായിട്ടുള്ളത് സത്യസന്ധമായിട്ടും നീതിപൂർവമായിട്ടാണ്. എന്നിട്ട് പറഞ്ഞു, വമൻ ദഅ ഇലൈഹി ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം, ആരാണോ ഇതിലേക്ക് ക്ഷണിക്കുന്നത് അവൻ നേരായ മാർഗത്തിലേക്കാണ് വഴി കാണിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ഖുർആനിന്റെ പിൻപറ്റുന്ന, അതിന്റെ വിശദീകരണമായ സുന്നത്തിനെ പിൻപറ്റുന്നവർ നേരായ മാർഗത്തിലായിരിക്കും. ഇത് ഈ ഹദീസ് അല്ലെങ്കിൽ ഈ അസർ അലി റളിയല്ലാഹുവിന്റെ ഖൗല് ഇവിടെ മുസന്നിഫ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുള്ളത് ഹദീസായിട്ടാണ്. ഉലമാക്കൾ അത് തഹ്ഖീഖ് ചെയ്തിട്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ല, അലി റളിയല്ലാഹുവിന്റെ വാക്കുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വാക്കുകൾ ഇവിടെ പറയാനുള്ള കാരണം ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷണങ്ങൾ നമ്മെ അറിയിക്കാനാണ്. ഖുർആനിന്റെ മഹത്വം, അതിന്റെ പ്രാധാന്യം, അത് നമ്മൾ ഉൾക്കൊള്ളേണ്ട, സ്വീകരിക്കേണ്ട രീതി പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ഹദീസ് കിതാബിലെ 78ാമത്തെ ഹദീസ്, വഅൻ അബി ദർദാ റളിയല്ലാഹു അൻഹു മർഫൂഅൻ, അബൂ ദർദാ റളിയല്ലാഹു അൻഹു ധരിക്കുന്നു, ما حل الله في كتابه فهو حلال وما حرم فهو حرام وما سقط عنه فهو عافية فاقبلوا من الله عافيته فإن الله لم يكن لينسى شيئا ثم تلا وما كان ربك نسيا رواه البزار وابن أبي حاتم والطبراني. അബൂദർദാ റളിയല്ലാഹു അൻഹു മർഫൂആയിട്ട് റസൂലുള്ളാഹി പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുന്ന കാര്യമാണ്, മാ ഹല്ലല്ലാഹു ഫീ കിതാബിഹി ഫഹുവ ഹലാലുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ ഹലാലാക്കിയിട്ടുള്ളത്, അഥവാ ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെയും എന്താണ് ഹലാലാക്കിയിട്ടുള്ളത്, അത് ഹലാലാണ്. വമാ ഹറമ ഫഹുവ ഹറാമുൻ, അല്ലാഹു തആല ഇതിലൂടെ വിരോധിച്ചിട്ടുള്ളത് ഹറാമുമാണ്. വമാ സകത അൻഹു ഫഹുവ ആഫിയ, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് അള്ളാഹ് പറഞ്ഞിട്ടില്ല എങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടില്ല എങ്കിൽ അതൊരു ആഫിയത്താണ്, അഥവാ അതൊരു ഒഴിവാണ്, അത് അള്ളാഹു തആല വിട്ടു തന്നിരിക്കുകയാണ്. ഫഖ്ബിലു മിനല്ലാഹി ആഫിയതഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒഴിവാക്കിയിട്ടുള്ള കാര്യം എന്ത് ചെയ്യുക, അത് നിങ്ങൾ ഒഴിവാക്കുക. ഫഇന്നല്ലാഹ ലം യകുൻ ലിയൻസാ ഷൈഅൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നും മറക്കുന്നവനല്ല. ثم تلا, എന്നിട്ട് പാരായണം ചെയ്തു, വമാ കാന റബ്ബുക നസിയ, നിന്റെ റബ്ബ് മറക്കുന്നവനല്ല. അതായത് ഖുർആനിൽ ഹലാൽ വ്യക്തമാണ്, ഹറാം വ്യക്തമാണ്, അതിൽ സംശയമില്ല. ചില കാര്യങ്ങൾ നമുക്ക് ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുള്ള മുഷ്തബിഹാത്തായ കാര്യങ്ങൾ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞതുപോലെ, ഇന്നൽ ഹലാല ബയ്യിനുൻ വഇന്നൽ ഹറാമ ബയ്യിനുൻ വബൈനഹുമാ ഉമൂറുൻ മുഷ്തബിഹാത്തുൻ ലാ തഅലമുഹുന്ന കസീറൻ മിനന്നാസ്, ജനങ്ങളിൽ ഒരുപാട് പേർക്ക് അറിയില്ല.
എന്നാൽ ഉലമാക്കൾക്ക് മാത്രം അറിയുന്ന കാര്യങ്ങൾ ഉണ്ടാവും. ചില ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ കസറത്തു സുആൽ, അമിതമായി ചോദിച്ചുകൊണ്ടേയിരിക്കും. ഏതുപോലെ ബനൂ ഇസ്രായേലുകളോട് പശുവിനെ അറക്കാൻ പറഞ്ഞപ്പോൾ ചോദിച്ച് ഓരോ സിഫത്തുകൾ ചോദിച്ച് അവസാനം അവർക്ക് ആ സിഫത്തുള്ള പശുവിനെ കിട്ടാൻ എന്തായി? ബുദ്ധിമുട്ടായി. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തുന്ന പോലെ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തതാണ്, നിങ്ങൾ മുൻപുള്ളവരെ നശിപ്പിച്ചത് കസറത്തു സുആലാണ്. ചില കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശബ്ദത അല്ലാഹു തആല ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, അഥവാ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എങ്കിൽ, റസൂലുള്ള സംസാരിച്ചിട്ടില്ല എങ്കിൽ അത് ആഫിയത്താണ്, അല്ലാഹു തആല വിട്ടു എന്നതാണ്. അല്ലാഹു തആല മറന്നുപോയതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നും മറന്നുപോകുകയില്ല. എന്തെങ്കിലും ഒരു കാര്യം അല്ലാഹു തആല വിട്ടിട്ടുണ്ടെങ്കിൽ, അഥവാ പരാമർശിക്കാതെ, പറയാതെ, സൂചിപ്പിക്കാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് വിട്ടു എന്നിട്ടുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ചൊഴിഞ്ഞന്വേഷിച്ച് ഒരു ഭാരമാക്കുന്ന അവസ്ഥയിൽ ഉണ്ടാവരുത്. അതേ സമയത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ അത് ഉലമാക്കളിലേക്ക് മടക്കണം. പക്ഷെ കസറത്തു സുആൽ, ആവർത്തിച്ച് ചോദിച്ച് ഒരു കാര്യം ഞെരുക്കമാക്കുന്ന അവസ്ഥ. അപ്പൊ ചില ആളുകൾക്ക് ആ പ്രശ്നം കാണാം. അവർക്കൊരു കാര്യം ഉണ്ടാകും, ദീനിൽ ചിലപ്പോൾ അതിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും വന്നിട്ടുണ്ടാവില്ല, പക്ഷെ അവർ അന്വേഷിച്ചിട്ട് എന്തെങ്കിലും അവരുടെ മേലെ തന്നെ ഞെരുക്കുണ്ടാക്കുന്ന അവസ്ഥ. അപ്പൊ അല്ലാഹു തആല എന്തെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ അത് ആഫിയത്താണ്, മഅഫൂൻ, അത് ഒഴിവന്നതാണ്. അള്ളാഹ് മറന്നിട്ട് പറയാതെ വിട്ടുപോയതല്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഹലാലും ഹറാമും വ്യക്തമാണ്, അത് സൂക്ഷിക്കുക. അതിൽ ഹറാമിലേക്ക് വീണുപോകാൻ സാധ്യതയുള്ള കാര്യങ്ങളെ ഒഴിവാക്കുക. വിട്ടിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ അതിലേക്ക് ചൊഴിഞ്ഞിറങ്ങി സ്വന്തത്തിൽ ഒരു ഭാരമാക്കുന്ന അവസ്ഥ ഉണ്ടാക്കാതെ ഒഴിവാക്കുകയും ചെയ്യുക. അടുത്ത ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ضربallahu مثلا صراطا مستقيما, അല്ലാഹു സുബ്ഹാനഹു വ തആല നേരായ മാർഗത്തിന് ഒരു ഉദാഹരണം പറയുന്നു. وعلى جنبتي الصراط سوران فيهما أبواب مفتحة, ആ നേരായ മാർഗത്തിന്റെ രണ്ട് ഭാഗങ്ങളിലും ചുമരുണ്ട്, അതിൽ തുറന്നു കിടക്കുന്നതായ വാതിലുകളുണ്ട്. وعلى الأبواب سطور مرخات, ചില കതകിന് മുമ്പിൽ താഴത്തേക്ക് ഇട്ട കർട്ടനുകളുണ്ട്, മറകളുണ്ട്, താഴത്തേക്ക് ഇട്ടിട്ടുള്ള കർട്ടനുകളുണ്ട്. ചില വാതിൽ തുറന്നതാണ്. وعند رأس الصراط داع يقول, ആ പാതയുടെ സിറാത്തിന്റെ നേരെ മുകളിലായിക്കൊണ്ട് ഒരാളുണ്ട്, ഒരു ദാഇ, അയാൾ പറയുന്നുണ്ട് ഇസ്തഖീമു അല സിറാത്ത് വലാ തഅവജ്ജു, നിങ്ങൾ നേരെ ഈ സിറാത്തിലൂടെ വരിക, നിങ്ങൾ തെറ്റിപ്പോകരുത്, അഥവാ ഈ കഥകളിലേക്ക് തെറ്റിപ്പോകരുത്. വഫൗഖ ദാലിക ദാഇൻ യദ്ഉ, അതിന് മുകളിൽ വേറൊരു ദാഇയുണ്ട്. കുല്ലമാ ഹമ്മ അബ്ദുൻ അൻ യഫ്തഹ ശൈഅൻ മിൻ തിൽക്കൽ അബ്വാബ്, ഈ വാതിലുകളിൽ ഏതെങ്കിലും ഒന്ന് തുറക്കാൻ വേണ്ടി അടിമ ആഗ്രഹിക്കുന്ന സമയത്ത് ഒന്നാമത്തെ ദാഇയുണ്ട്, അതിന്റെ മുകളിൽ ഒരു ദാഇയുണ്ട്. ആ ദാഇ പറയും, ഖാല വൈഹക ലാ തഫ്തഹു, നിനക്ക് നാശം, നീ അത് തുറക്കരുത്. ഫഇന്നക ഇൻ തഫ്തഹു തലിജ്ഹു, നീ അത് തുറന്നാൽ നീ അതിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥയുണ്ടാവും. ചിലത് തുറന്നുണ്ട്, ചിലത് തുറക്കാതെ കർട്ടൻ ഇട്ടുണ്ട്. അപ്പൊ അത് തുറന്നാൽ നീ അതിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥയുണ്ടാകും. ثم فسره, എന്നിട്ട് ഈ പറഞ്ഞ ഉപമയെ വിശദീകരിക്കുകയാണ്. ഫഅഖ്ബറ, എന്നിട്ട് അറിയിച്ചു, അന്ന സിറാത്ത്, ഇതിൽ ഒന്നാമത് പറഞ്ഞ നേരായ പാത എന്ന് പറഞ്ഞത് ഹുവ അൽ ഇസ്ലാം, അത് ഇസ്ലാമാണ്. വഅന്ന അൽ അബ്വാബ അൽ മുഫത്തഹത, തുറക്കപ്പെട്ട വാതിലുകൾ, രണ്ട് ചുമരുണ്ട് പറഞ്ഞല്ലോ, അത് തുറക്കപ്പെട്ട വാതിലുകൾ എന്ന് പറഞ്ഞത് മഹാരിമുല്ലാഹ്, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളാണ്. വഅന്ന സുത്തൂർ അൽ മുർഹാത്ത്, താഴ്ത്തിയിട്ടിട്ടുള്ള കർട്ടനുകൾ എന്ന് പറഞ്ഞത് ഹുദൂദുല്ലാഹ്, അള്ളാഹുവിന്റെ പരിധികളാണ്, നിയമവ്യവസ്ഥ പരിധികളാണ്, അഥവാ ഹറാമുത്തിന് ഹദ്ദുകളാണ്. വഅന്ന ദാഇയ അലാ റഅസി സിറാത്ത്, ഈ സിറാത്തിന്റെ നേരെ മുകളിലുള്ള ദാഇ എന്നുള്ളത് ഹുവ അൽ ഖുർആൻ, അത് ഖുർആനാണ്. വഅന്ന ദാഇയ മിൻ ഫൗഖിഹി, അതിന് മുകളിലുള്ള ദാഇ എന്ന് പറഞ്ഞാൽ ഹുവ വാഇദുല്ലാഹി ഫീ ഖൽബി കുല്ലി മുഅ്മിനിൻ, അത് ഓരോ മുഅ്മിനിന്റെയും ഖൽബിൽ ഉള്ള അള്ളാഹുവിന്റെ ഉപദേശകനാണ്. റവാഹു റസീൻ വറവാഹു അഹ്മദ് തുർമിദി അൻ നവാസ് ഇബ്നു സമആൻ ബിനഹ്വിഹി. ഇത് മനോഹരമായിട്ടുള്ള ഒരു ഹദീസാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകരിക്കുന്ന, അല്ലെങ്കിൽ
നാം ഒരുപാട് ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണ്. ഇതിലൊരു ഉപമ പറഞ്ഞത് എന്താണ്? ഒരു വഴി, രണ്ടു ഭാഗത്തും മതിലുണ്ട്, അതിൽ ചില വാതിലുകളുണ്ട്, ചിലത് തുറന്നതാണ്, ചിലത് കർട്ടനിട്ട് അടച്ചിട്ടുണ്ട്. അതിന്റെ മേലെ ഒരു ദാഴിയുണ്ട്, അവൻ പറയുന്നുണ്ട് നേരെ ചൊവ്വ വരണം, തെറ്റിപ്പോകരുത് എന്ന് പറയുന്നുണ്ട്. അതിനേക്കാൾ മുകളിൽ ഇനി പോകുന്ന അടിമക്ക് ഏതെങ്കിലും ഈ കതക് അടച്ചു കിടക്കുന്ന കതക് തുറക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അതിന് മുകളിൽ വേറൊരു ദാഴിയുണ്ട്, അവൻ പറയും നീ അത് തുറക്കരുത്, തുറന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകും. ഇതിൽ എന്നിട്ട് വിശദീകരിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് പറഞ്ഞു തന്നു, അത്വരീഖ് എന്ന് പറഞ്ഞത് ഇസ്ലാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു മതമായ ഇസ്ലാം. നമുക്കറിയാം, വേദഗ്രന്ഥം നൽകപ്പെട്ട ജൂതന്മാർ, അവർക്ക് ഇൽമുണ്ടായിരുന്നു, അമലില്ലാതെ അവർ അള്ളാഹിന്റെ കോപത്തിനിരയായി. നസാറാക്കൾ, അവർ ഇൽമില്ലാതെ അമല് ചെയ്ത് പഴച്ചു പോവുകയും ചെയ്തു. എന്നാൽ ഇൽമും അതനുസരിച്ച് അമലുമായിട്ട് സിറാത്തുൽ മുസ്തഖീമിൽ ആരാണ്? മുസ്ലിമീങ്ങളാണ് നേരെ ചൊവ്വയുള്ള ദീനിൽ നിന്നത്. അല്ലാഹു തആല പറഞ്ഞതാണ്, വന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു. അപ്പൊ അതാണ് ത്വരീഖ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഇസ്ലാമാണ്. അതിലൂടെ മാത്രമേ നേരായ മാർഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതാണ് നേരായ മാർഗം എന്നുള്ളത്. അപ്പൊ രണ്ട് സൈഡിലും മതിലുകളിലുള്ള കവാടങ്ങൾ, നാം നേരായ മാർഗത്തിലേക്ക് പോകുമ്പോൾ നമ്മെ പിഴപ്പിക്കാനുള്ള രണ്ട് ഭാഗത്തും കവാടങ്ങൾ തുറന്നിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങളാണ്. അല്ലാഹു തആല വ്യക്തമായി നിഷിദ്ധമാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ കഥകൾ തുറന്നതാണ്. കാരണം നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഒരു ഹറാമാണെങ്കിൽ ഒരു കാര്യം ഹറാമാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതിലൊരു സംശയം ഉണ്ടാവില്ല. ഏതൊരു തിന്മയും നമുക്ക് ഖുർആനിലും ഹദീസിലും നേരത്തെ പറഞ്ഞ പോലെ വ്യക്തമാണ്. രണ്ടാമത്തെ വാതിലുകൾ ഒരു കർട്ടനിട്ടിട്ട് മറക്കപ്പെട്ടിട്ടുള്ളത്, അങ്ങനത്തെ വാതിലുകളുണ്ട്. അത് അള്ളാഹുവിന്റെ ഹുദൂദുകളാണ്, അള്ളാഹുവിന്റെ പരിധികളാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഹറാമിലേക്ക് പോകുന്നതിന് മുമ്പ് അള്ളാഹ് പരിധി വെച്ചിട്ടുള്ള ആ പരിധികളാണ് മറയിട്ട് വെക്കപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു, അവിടെ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റരുത്, നിങ്ങൾ ഇതിൽ ഉറച്ചു നിൽക്കണം, നേരെ വരണം എന്ന് വിളിക്കുന്ന ഒരു ദാഇ നേരെ ആ സിറാത്തിന്റെ മേലെ ഉണ്ടാകും. അതാരാണ്? ഖുർആനാണ്. ഇവിടെ നമ്മുടെ ഷാഹിദ് ഇതാണ്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട്, ഹദീസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ഷാഹിദ് ഖുർആൻ ഏത് സമയത്തും നേരായ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ യഥാർത്ഥ മാർഗത്തിലേക്ക്, ഈ കാണുന്ന ഹറാമുകളിലേക്കും അള്ളാഹുവിന്റെ പരിധി ലംഘിക്കുന്നതിലേക്കും പോകാതിരിക്കാൻ ഖുർആനിൽ അനുസരിച്ച് ഉറച്ചു നിൽക്കുക. അതിനേക്കാൾ മുകളിലുള്ള ദാഇ എന്ന് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവ വാഇദുല്ലാഹി ഫീ ഖൽബി കുല്ലി മുഅ്മിനിൻ. ഓരോ മുഅ്മിനിന്റെയും കൽബിൽ അള്ളാഹു നിയമിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ വാഇദ്, അള്ളാഹുവിന്റെ ഉപദേശകനാണ് ആര്? അതിന് മുകളിലുള്ള ദാഇ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സമയത്ത് അള്ളാഹുവിന്റെ ഈ ഹദ്ദുകൾ, ഈ കർട്ടനിട്ടിട്ടുള്ള ഈ കഥകൾ തുറക്കാൻ ഒരു അടിമ ആഗ്രഹിച്ചാൽ അവനെ ഉപദേശിക്കും, നീ അത് ചെയ്യരുത്, നീ അത് ചെയ്താൽ ഇന്നാലിന്ന അതിലേക്ക് വീണു പോകുമെന്നുള്ളത്. ഇത് നമ്മളെല്ലാം അനുഭവിച്ചറിയുന്നതാണ്. സത്യത്തിൽ നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ, നമ്മെ നന്മയിലേക്ക് ക്ഷണിക്കാൻ, നമ്മുടെ കൽബിന്റെ വലതുഭാഗത്തായിട്ട് നമ്മെ ഉപദേശിക്കാൻ അള്ളാഹു ഒരു മലക്കിനെ നിയോഗിച്ചിട്ടുണ്ട്. ആ മലക്ക് നാം എപ്പോഴെങ്കിലും ഒരു തിന്മയുടെ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കൽബ് പറയും, നീ അത് ചെയ്യണ്ട, നീ അതിലേക്ക് പോയാൽ നീ തിന്മയിൽ ചെന്ന് വീഴും. നമ്മുടെ കൽബ് നമ്മോട് ഉപദേശിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപം എന്താണെന്ന് ചോദിച്ചപ്പോ മഹാക ഫീ സദ്രിക്, നിന്റെ കൽബിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്, കൽബിൽ ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്. സഹോദരങ്ങളെ, ചിലപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇൽമുള്ളവന്, ബസീറത്തുള്ളവന് മനസ്സിലാകും, അല്ലാത്തവന് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതായത് ശൈത്താന്റെ ഒരു രീതി 99 നന്മ ചെയ്യിപ്പിക്കും, 100ാമത്തെ തിന്മയിൽ കൊണ്ടുപോയി ചാടിക്കാൻ. ശൈത്താൻ ഒരാളെ കൊണ്ട് 99 നന്മ ചെയ്യിപ്പിക്കും, 100ാമത്തെ തിന്മയിൽ കൊണ്ടുപോയി ചാടിക്കാൻ. എന്നാൽ ബസീറത്തുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ 99 നന്മ അതിലൂടെ തുടങ്ങുമ്പോൾ അതിൽ 1ാമത്തെ നന്മ ചെയ്യിപ്പിച്ച് തുടങ്ങുമ്പോൾ അവന് മനസ്സിലാക്കാൻ സാധിക്കും ഇത് പിശാച് 100ാമത്തെ തിന്മയിലേക്ക് കൊണ്ടുപോയി ചാടിക്കാനാണ്. ഉപദേശിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനെടുക്കാം. അവൻ ഇന്നത്തെ കാലത്ത് ഒരുപാട് ഫിത്നകൾ, യൂട്യൂബ് പോലെയുള്ള ഒരു ഫിത്ന ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അവൻ അതിൽ കയറിയിട്ട് ഹറാമുകൾ കാണുന്ന അല്ലെങ്കിൽ ഹറാമുകൾ കേൾക്കുന്ന അവസ്ഥയുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ ആ സമയത്ത് പിശാചിന് സ്വാഭാവികമായിട്ടും അവൻ തീരുമാനിക്കുകയാണ് ഞാൻ അത് ഉപയോഗിക്കില്ല എന്ന്. പിശാചിന് അവനെ കൊണ്ട് അതിൽ വീഴ്ത്തിക്കാൻ പിശാച് ആദ്യം ഉപദേശിക്കുക എന്താ?
ഇനി ആദ്യം ഖുർആൻ കേട്ടോ, ആദ്യം ഖുർആൻ കേൾക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ ദീനി പ്രസംഗം കേൾക്കാൻ തുടങ്ങും. പരീക്ഷിക്കപ്പെട്ട ആൾ, എല്ലാവരെയും അല്ല, മൊത്തത്തിലല്ല, പരീക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരുത്തന്റെ അവസ്ഥയാണ് പറയുന്നത്. അവൻ ജിഹാദ് നഫ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കും, വീണ്ടും നന്മ ചെയ്യിപ്പിക്കും, വീണ്ടും നന്മ ചെയ്യിപ്പിക്കും. അവസാനം അതിൽ നിന്ന് അവൻ തെറ്റി അതെവിടെ വീഴും? അവൻ ഏതൊരു ഹറാമിൽ നിന്നാണ് ഒഴിവാക്കി രക്ഷപ്പെട്ടു പോകുന്നത് അതിലേക്ക് തന്നെ പോയി ചാടുന്ന അവസ്ഥയുണ്ടാവും. ഒരു ഉദാഹരണം പറയാൻ മനസ്സിലാക്കിയതാണ്, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെയാണ് പിശാചിന്റെ ശ്രമം. അപ്പൊ ഓരോ സമയത്തും ഇൽമിൽ ബസീറത്തുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും പിശാച് എങ്ങോട്ടാണ് ഈ കൊണ്ടുപോകുന്നത്. കാരണം അല്ലാഹു തആല നമ്മെ തെറ്റിൽ നിന്ന് ഒരു തെറ്റിലേക്ക് പോകുമ്പോൾ അതിൽ ഉപദേശിക്കാൻ അല്ലാഹു തആല ഒരു മലക്കിനെ നമ്മോടൊപ്പം നിയോഗിച്ചിട്ടുണ്ട്, നന്മക്ക് പ്രോത്സാഹിപ്പിക്കാനും. അവിടെ പറഞ്ഞത് ഈ ഹദീസിലെ ഈ ഒരു ദാഇ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയുടെ വായിൽ ഓരോ മുഅ്മിനിന്റെയും കൽബിലുണ്ട്, ഓരോ മുഅ്മിനിന്റെയും ഒപ്പമുണ്ട്. അവ നമ്മൾ ഉപദേശിച്ചു കൊണ്ടേയിരിക്കും. ഒരു ശുഭഹത്തുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകുമ്പോ നീ അതിലേക്ക് പോകണ്ട, അതിലേക്ക് പോയാൽ നീ അതിൽ ചെന്ന് ചാടിപ്പോകും. അതൊന്ന് ശ്രദ്ധിക്കാനും അതിനനുസരിച്ച് നാം നമ്മെ ഒന്ന് പിടിച്ചു നിർത്താനും ശ്രമിച്ചാൽ മാത്രം മതി നമുക്ക് പല പാപങ്ങളിൽ നിന്നും പല ഫിത്നകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. വബില്ലാഹി തൗഫീഖ്. അടുത്ത ഹദീസ് 80-ാമത്തെ ഹദീസ്. وعن عائشة رضي الله عنها قالت تلا رسول الله صلى الله عليه وسلم هو الذي أنزل عليك الكتاب منه آيات محكمات هن أم الكتاب فقرأ إلى قوله وما يذكر إلا أولو الألباب. സൂറത്ത് ആലി ഇംറാനിലെ 7-ാമത്തെ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. പിന്നെ قالت ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു فإذا رأيتم الذين يتبعون ما تشابه منه فأولئك الذين سمى الله فاحذروهم. فإذا رأيتم നിങ്ങൾ കാണുകയാണ് ആരെങ്കിലും الذين يتبعون ما تشابه منه ഖുർആനിൽ മുത്തശാബിഹാത്തായിട്ടുള്ള ആയത്തുകളുടെ പിന്നാലെ കൂടുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടാൽ فأولئك الذين سمى الله അവരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുള്ളവർ. ഫഹ്ദറൂഹും ഖൽബിൽ സൈഗുള്ളവർ, ഫഹ്ദറൂഹും അവരെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. മുത്തഫഖുൻ അലൈഹി. അല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ സൂറത്ത് ആലി ഇംറാനിലെ 7-ാമത്തെ ആയത്ത് അല്ലാഹു തആല പറഞ്ഞു ഹുവല്ലദീ أنزل عليك الكتاب منه آيات محكمات هن أم الكتاب وأخر متشابهات. هو الذي الله ആണ് എങ്ങനെയുള്ളവൻ أنزل عليك الكتاب നിങ്ങളുടെ മേലെ കിതാബ് ഇറക്കി മിൻഹു അതിലുണ്ട് ആയാത്തുൻ മുഹ്കമാത്തുൻ വ്യക്തമായ ആയത്തുകളുണ്ട്. ഹുന്ന ഉമ്മുൽ കിതാബ് അതാണ് ഖുർആനിലെ ഭൂരിഭാഗവും ധാരാളമായിട്ടുള്ളത്. വഉഖറു മുതശാബിഹാത്ത് എന്നാൽ മറ്റു ചില ആയത്തുകളുണ്ട് മുത്തശാബിഹാത്ത് ആയിട്ടുള്ള അഥവാ തഫ്സീർ ചെയ്യേണ്ടതായിട്ടുള്ള ആയത്തുകൾ, എല്ലാവർക്കും ഒറ്റയടിക്ക് മനസ്സിലാവാത്ത വിശദീകരണം വേണ്ടതായിട്ടുള്ളത്. ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ആരുടെ കൽബിലാണോ വക്രതയുള്ളത് അവർ എന്തു ചെയ്യും? ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്ന വഇബ്തിഗാഅ തഅ്വീലിഹി അവർ ഈ മുത്തശാബിഹാത്ത് ആയിട്ടുള്ള ആയത്തുകളുടെ പിന്നാലെ കൂടും. എന്താണ് അവരുടെ ഉദ്ദേശം? ഫിത്നയാണ്, കുഴപ്പമുണ്ടാക്കലാണ്, ഈമാനിൽ മുഅ്മിനീങ്ങളുടെ ഇടയിൽ കുഴപ്പമുണ്ടാക്കലാണ്. വഇബ്തിഗാഅ തഅ്വീലിഹി അതുപോലെ തന്നെ അതിനെ വ്യാഖ്യാനിക്കാൻ, അതിനെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന അവസ്ഥയിൽ അവർ അതിന്റെ പിന്നാലെ കൂടും. വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ് എന്നാൽ അതിന്റെ യഥാർത്ഥ വ്യാഖ്യാനം ആർക്കറിയാം? അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണ് അറിയാം. വറാസിഖൂന ഫിൽ ഇൽം അതുപോലെ ഇൽമിൽ ഉന്നതിയിലെത്തിയിട്ടുള്ള പഠിച്ചിട്ടുള്ള ഇൽമ നേടിയിട്ടുള്ള ഉലമാക്കൾക്കാണ് അതിനെക്കുറിച്ച് അറിയുക എന്നുള്ളത്. ഈ ആയത്ത് നമ്മൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു ആയത്താണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി അതിന്റെ വാചകങ്ങളിൽ തന്നെ മൻതൂഖായിക്കൊണ്ട് തന്നെ നമുക്ക് ആശയങ്ങൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ വ്യക്തതയുള്ള ആയത്തുകളുണ്ട്. ഖുർആനിൽ ഭൂരിഭാഗവും അങ്ങനെയാണ്. എന്നാൽ ചില ആയത്തുകൾ അല്ലാഹു തആല വിശദീകരണത്തിനായിട്ട് വെച്ചിട്ടുണ്ട്, അഥവാ അതിനെ പഠിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അതുപോലെ പഠിച്ചിട്ട് ബാക്കിയുള്ള കാലങ്ങളെല്ലാം വിശദീകരിക്കുന്ന ആയത്തുകളുണ്ട്. ഈ ആയത്തുകൾ അല്ലാഹു തആല എന്തിനാണ് വെച്ചിട്ടുള്ളത്? ഓരോരുത്തരുടെ ഈമാനെ പരീക്ഷിക്കാനാണ്. അവരുടെ വിശ്വാസം എങ്ങനെയാണ്, അവര് സ്വന്തം അഖലിനെയാണ് വിശ്വസിക്കുന്നത്, അഥവാ അള്ളാഹുവിന്റെ കലാമിനെയും അള്ളാഹുവിന്റെ റസൂലിനെയാണെന്ന് അറിയാനാണ്. ഈ രീതിയിലുള്ള ആയത്തുകളുടെ പിന്നാലെ കൂടി ദീനിൽ നിന്ന് പിഴച്ചു പോകുന്ന ആളുകൾ ഒരുപാട് പേരുണ്ടാവും. ഖുർആനിന്റെ ഉസൂലിയായിട്ട് ഖുർആനിൽ മുത്തലഖായി പറയുന്ന നിരുപാധികം പറയുന്ന കാര്യങ്ങളുണ്ട്, മുജ്മലായിട്ട് മൊത്തത്തിൽ പറയുന്ന കാര്യങ്ങളുണ്ട്, മൻസൂഖാക്കപ്പെട്ട
അതാ ഖുർആനിൽ ആയത്തുണ്ടാവും, പക്ഷെ അതിന്റെ വിധി നസ്ഖ് ചെയ്യപ്പെട്ട് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടാവും. അതുപോലെ നാസിഖായ വേറൊരു ആയത്ത് കൊണ്ടായിരിക്കും ഇതിനെ നസ്ഖ് ചെയ്യപ്പെട്ടു, അതുപോലെയുള്ളത് ഉണ്ടാകും. ഇനി ഖുർആനിൽ നിരുപാധികം പറഞ്ഞിട്ടുള്ളതിനെ ഹദീസിൽ പ്രത്യേകമാക്കി പറഞ്ഞിട്ടുണ്ടാവും. എളുപ്പത്തിൽ മനസ്സിലാക്കാൻ, ഖുർആനിൽ എല്ലാ രക്തവും ശവവും ഹറാമാണെന്ന് പറഞ്ഞു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? രക്തത്തിൽ നിന്ന് കബിദും തിഹാലും, കരളും, പിന്നെ തിഹാലിന് എന്താ മലയാളത്തിൽ പറയാ, സ്പ്ലീൻ, പ്ലീഹയും, അതുപോലെ തന്നെ പിന്നെ ശവത്തിൽ നിന്ന് എന്താണ് ജറാദ്, മത്സ്യം, ഇതിനെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ ഖുർആനിനെ മനസ്സിലാക്കുന്നത് വിശദീകരിക്കേണ്ടി വരും. എന്നാൽ ഈ മുഹ്കമായ ആയത്തുകളിൽ നിന്ന് മുത്തശാബിഹാത്ത ആയത്തുകൾ എടുത്ത് അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുന്ന ആളുകൾ ഉണ്ടാവും. യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? മുത്തശാബിഹാത്തായ ആയത്തുകൾ ഉണ്ടായാൽ മുഹ്കമായ ആയത്തുകളിലേക്ക് മടക്കുകയാണ് വേണ്ടത്. ചില ഉദാഹരണങ്ങൾ, ഇപ്പൊ നസാറാക്കൾ, അവർ സാലിസുലാസ, മൂന്നാണ്, ഇലാഹുകൾ മൂന്നാണ്, അതിലൊന്നാണ് അള്ളാഹു എന്നുള്ള നിലയ്ക്ക് അവർ പറയാറുണ്ട്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള നിലയ്ക്ക് അവർ സൂചിപ്പിക്കാറുണ്ട്. അവരിൽ ചില പറയാറുള്ളത്, അള്ളാഹു തആല പറഞ്ഞു, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, തീർച്ചയായിട്ടും നാം മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, നാമാണ് ആ കിതാബ് ഇറക്കിയത്, ദിക്ർ ഇറക്കിയത്, നാമാണ് അതിനെ സംരക്ഷിക്കുക. ഇവിടെ ജംആയിട്ടാണ് പറയുന്നത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ തഅലീമിന് വേണ്ടി അറബി ഭാഷയിൽ ജംഉ ഉപയോഗിക്കുന്ന രീതിയുണ്ട്. പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചു. അപ്പൊ ഈ നസാറാക്കൾ എന്ത് പറയും? അവിടെ എന്തുപയോഗിച്ചു? ജംഉ ഉപയോഗിച്ചു. നഹ്നു എന്നുള്ള പദം, അല്ലെങ്കിൽ പിന്നെ അൻസൽന, നസ്സൽന, അങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിച്ചു. അപ്പോ ഒന്നല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നിൽ കൂടുതൽ ഉണ്ട് എന്നുള്ള വാദത്തിന് അവരെടുക്കുന്നുണ്ട്. അതേ സമയത്ത് മുഹ്കമായിട്ടുള്ള എത്രയോ ആയത്തുകളുണ്ട്. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ്. വഇലാഹുക്കും ഇലാഹുൻ വാഹിദ് ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹില്ല. ഇതാണ് മുഹ്കമായ ആയത്തുകൾ. അപ്പോ ഈ മുത്തശാബിഹാത്തായ ആയത്തുകളെ മുഹ്കമായ ആയത്തുകളിലേക്ക് മടക്കണം. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഖുർആനിൽ കാണാം, അല്ലാഹു തആല പറഞ്ഞു, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, നബിയെ താങ്കൾക്ക് ഇഷ്ടമുള്ളവരെ ഹിദായത്തിലാക്കുകയില്ല. മറ്റൊരായത്തിൽ കാണാം, വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, നബിയെ തീർച്ചയായിട്ടും നിങ്ങൾ വഴി കാണിക്കുന്നത് എങ്ങനെയാണ്? നേരായ മാർഗത്തിലേക്കാണ്. ഇവിടെ ജയ്ഗുള്ള, വക്രതയുള്ള ആളുകൾ പറയും, ഒരു സ്ഥലത്ത് അള്ളാഹ് പറഞ്ഞു നബി വഴി കാണിക്കുന്നു, മറ്റു സ്ഥലത്ത് പറഞ്ഞു നബി വഴി കാണിക്കില്ല, ഇത് ഖുർആനിലുള്ള തെറ്റാണ്, ഇത് ശരിയല്ല എന്നുള്ള നിലക്ക്. യഥാർത്ഥത്തിൽ ഇവിടെ ഹിദായത്ത് കാണിക്കുക എന്ന് പറയുമ്പോ ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത എന്ന് പറയുമ്പോ അവിടെ ഉദ്ദേശിക്കുന്നത് ഹിദായത്ത് തൗഫീഖാണ്, അഥവാ ദീനിലേക്ക് ആക്കാൻ, ഈമാൻ ഉള്ളവനാക്കാൻ സാധിക്കില്ല എന്നതാണ്. രണ്ടാമത് പറഞ്ഞ വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം എന്നുള്ളത് ഹിദായത്തു ദലാലയാണ്. ഹിദായത്തിന്റെ ഇനങ്ങൾ 4 ഉണ്ട്, അതിൽ 2 വ്യത്യസ്തമാണ്. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ ഖുർആനിനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇത് മനസ്സിലാക്കാത്ത ആളുകൾ പലപ്പോഴും ആയത്തുകളെ തെറ്റി വൻ പിഴവിൽ കുഫറിലേക്ക് എത്തുന്ന രീതിയിൽ വരെ പോകുന്നത് കാണാൻ സാധിക്കും. 1-2 ഉദാഹരണങ്ങൾ ഇത് പറഞ്ഞ് തീർക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ فجزاؤه جهنم خالدا فيها وغضب الله عليه ولعنه وأعد له عذابا عظيما. ആരെങ്കിലും ഒരു മുഅ്മിനിനെ സ്വമേധയാ വധിക്കുകയാണ്, അഥവാ അറിഞ്ഞുകൊണ്ട് വധിക്കുകയാണ്, അങ്ങനെയുള്ള വധിച്ചവന്റെ ലഭിക്കുന്ന ഫജസാഉ ജഹന്നം, അവന് നരകമാണ്. ഖാലിദൻ ഫീഹ, അവിടെ സ്ഥിരതാമസമായിരിക്കും. വഗളിബ അല്ലാഹു അലൈഹി, അവരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിച്ചിരിക്കുന്നു. ഇവിടെ ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ സ്വാഭാവികം എന്താ? ഒരാൾ ഒരു മുഅ്മിനെ കൊന്നാൽ എന്താണ് അവന്റെ വിധി? അവൻ നരകത്തിലാണ്, കാലാകാലം നരകത്തിലായിരിക്കും, അവൻ കാഫിറായി മാറി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, ഒരു തൗഹീദുള്ള ഒരു മുഅ്മിൻ വേറൊരു മുഅ്മിനെ കൊന്നു, അപ്പൊ ഈ തൗഹീദുള്ള കാലാകാലം നരകത്തിലാകുമോ? ഇല്ല. കാരണം എന്താണ്? മറ്റ് ആയത്തുകൾ കൊണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്, തൗഹീദുള്ളവൻ എന്തില്ല, ചെയ്ത പാപങ്ങൾക്ക് ശിക്ഷ ലഭിച്ചാലും അവൻ എന്താകില്ല, കാലാകാലം നരകത്തിലാകുന്ന അവസ്ഥയിൽ ഉണ്ടാവുകയില്ല. അപ്പോ ഈ ആയത്തിൽ നിന്ന് ഒരാൾ നരകത്തിൽ കാലാകാലമാണെന്ന് അറിയിക്കുമ്പോൾ താക്കീതാണ്, അതിന് ഗൗരവം അറിയിക്കുക. എന്നാൽ തൗഹീദുള്ളവർ കാലാകാലം നരകത്തിൽ കിടക്കില്ല, അവരതിൽ നിന്ന് ഒഴിവാണ് എന്നുള്ളത് ഖുർആനിൽ മറ്റു ഒരുപാട് ആയത്തുകൾ കൊണ്ട് വ്യക്തമായ കാര്യവുമാണ്. അപ്പോ ഈ പിഴച്ച ആളുകൾ, ഉദാഹരണത്തിന് ഈ വിഷയത്തിൽ പിഴച്ച ഖവാരിജുകൾ,
അവർ ഈ ആയത്ത് പിടിച്ചിട്ട് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊന്നാൽ അവർ കാഫിറുകളായി. അതാണ് സ്വഹാബാക്കൾക്ക് നേരെ അവർ ആരോപിച്ചത്, സ്വഹാബാക്കളെ കാഫിറാക്കിയത്, അവർക്കെതിരെ ഇറങ്ങിപ്പുറപ്പെട്ടത്, അവരെ കാഫിറായി പ്രഖ്യാപിച്ചത്. ആയത്തുകളെ മുഷ്തബിഹാത്തായിട്ടുള്ള ആയത്തുകളെ പിന്നാലെ കൂടി അവർ ഇൽമ് നേടിയില്ല, സ്വഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ ഖുർആനെ മനസ്സിലാക്കിയില്ല. അതാണ് ഏറ്റവും വലിയ അപകടം. മറ്റൊരു ഉദാഹരണം അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന യതവഫൗന മിൻകും വയദറൂന അസ്വാജൻ വസിയ്യതൻ ലിഅസ്വാജിഹിം മതാഅൻ ഇലൽ ഹൗലി ഗൈറ ഇഖ്റാജ്. ഒരു പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്ന ആളുകൾ അല്ലെങ്കിൽ മരണപ്പെട്ടു പോകുന്നവർ അതിനു മുമ്പ് തന്നെ അവരുടെ ഇണകൾക്ക് വേണ്ടി ഒരു വർഷത്തിനുള്ള ആവശ്യമായിട്ടുള്ള മത്താഅ് വസിയ്യത്തായിട്ട് പറഞ്ഞു വെക്കണം, അവരുടെ സ്വത്തിൽ നിന്ന് അവരുടെ ഒരു വർഷത്തിൽ നിന്നുള്ളത്. ഈ ആയത്ത് മാത്രം പഠിക്കുന്ന ഒരാൾക്ക് എന്തെടുക്കാം? ഒരു ഭർത്താവിന്റെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇദ്ദ കാലഘട്ടം ഒരു വർഷമാണെന്ന് എടുക്കാം. കാരണം ഒരു വർഷം മത്താഇനുള്ള വസിയ്യത്ത് ചെയ്ത് വെക്കണം എന്നാണ് ഈ ആയത്ത് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വല്ലദീന യുതവഫൗന മിൻകും വയദറൂന അസ്വാജൻ യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന അർബഅത അശ്ഹുരിൻ വഅശ്റ. പെട്ടെന്ന് മരണപ്പെട്ടാൽ, ഭർത്താവ് മരണപ്പെട്ടാൽ ഇദ്ദ ഇരിക്കേണ്ട കാലഘട്ടം 4 മാസവും 10 ദിവസവുമാണ് എന്നുള്ളത്. അപ്പോ ആ ഒരു കണക്കല്ല ഇദ്ദയുടെ കാലഘട്ടം, ഈ കണക്കാണെന്ന് വ്യക്തമായി. ഇത് ഒരുപാട് വിശദീകരിക്കേണ്ട വിഷയമാണ്. ചുരുക്കി പറഞ്ഞാൽ ഖുർആനിലെ ആയത്തുകൾ മുഹ്കമായ ആയത്തുകളുമുണ്ട്, മുത്തശാബിഹായ ആയത്തുകളുണ്ട്. മുഹ്കമായ ആയത്തുകൾ വ്യക്തമായി അർത്ഥം മനസ്സിലാക്കുന്ന ഖുൽ ഹുവല്ലാഹു അഹദ് പോലെ വ്യക്തമായ ഒരു സംശയമില്ലാത്ത രീതിയിൽ അർത്ഥം മനസ്സിലാകുന്ന ആയത്തുകൾ. എന്നാൽ വിശദീകരണം ആവശ്യമായിട്ടുള്ള ആയത്തുകൾ ഉണ്ടാവും. ആ ആയത്തുകളെ ആ രീതിയിൽ പഠിക്കണം. അത് ഇൽമുള്ള ആളുകൾക്കാണ് മനസ്സിലാവുക. അവരതിന്റെ തഫ്സീർ സ്വഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ പഠിപ്പിച്ചു തരുമ്പോൾ അതാണ് സ്വീകരിക്കേണ്ടത്. സ്വന്തം ബുദ്ധിക്കനുസരിച്ച് ഖുർആനിനെ വ്യാഖ്യാനിച്ചാൽ, പഠിക്കാൻ ശ്രമിച്ചാൽ വലിയ പിഴവിലായിരിക്കും. അന്നും ഇന്നും ഈ ഇസ്ലാമിൽ നിന്ന് പിഴച്ചു പോകാൻ അത് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടുണ്ട്. ഇവിടെ ഖവാരിജികൾ ഈ ശിക്ഷ ഭയപ്പെടുത്തുന്ന ഈ ആയത്തുകളെ മാത്രം എടുത്തു. അങ്ങനെ അവർ ഒരു വൻപാപം ചെയ്താൽ അവർ കാഫിറാക്കി, ആളുകളെ കാഫിറാക്കി, കാലകാലം നരകത്തിലാണെന്ന് വാദിച്ചു. അതേസമയത്ത് മുർജിയാക്കൾ എന്നുള്ള വിഭാഗം അള്ളാഹുൽ റജാഇന്റെ ആയത്തുകൾ, അഥവാ അള്ളാഹു തആല പാപം പൊറുക്കുന്നതാണ്, അതുപോലുള്ള ആയത്തുകൾ മാത്രം എടുത്തു. എന്ത് വലിയ പാപം ചെയ്താലും അവർ സ്വർഗത്തിലാണ്, അവരുടെ ഈമാൻ പൂർണ്ണമാണെന്നുള്ള വിശ്വാസത്തിലായി, വൻപിഴവിലായി രണ്ട് വിഭാഗങ്ങൾ. എന്നാൽ എല്ലാ കാലഘട്ടത്തിലും അഹ്ലുസുന്നത്തി വൽ ജമാഅ സ്വഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർ വ്യക്തമായ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ ഖുർആനിനെ ഹദീസ് കൊണ്ടും സ്വഹാബാക്കളുടെ ഫഹ്മു കൊണ്ടും മനസ്സിലാക്കി അവർ ആ രീതിയിൽ ദീനിനെ നിലനിർത്തി പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഹക്ക് നിലനിന്ന് പോരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പാരായണം ചെയ്തിട്ട് പറഞ്ഞു, ഫഇദാ റഅയ്തുമുൽ ലദീന യത്തബിഊന മാ തശാബഹ മിൻഹു, നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ മുത്തശാബിഹായ ആയത്തുകളുടെ കൂടെ കൂടി അതിന്റെ പിന്നാലെ നടക്കുന്ന ആളുകളെ നിങ്ങൾ കാണുകയാണെങ്കിൽ ഫൗലായിക്കല്ലദീന സമ്മല്ലാഹ്, അല്ലാഹു തആല സൈഖുണ്ട് എന്ന് പറഞ്ഞവർ, ഫിത്ന ഉദ്ദേശിക്കുന്നവർ, കുഴപ്പങ്ങൾ ഉദ്ദേശിക്കുന്നവർ അവരാണ്. ഫഹ്ദറൂഹും, അവരെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്തു. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസുകൾ നമുക്ക് അടുത്ത ദർസിൽ നോക്കാം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.